ഉറക്കത്തിലായിരുന്ന പെൺകുട്ടിയാവട്ടെ താൻ കടലിലെത്തിപ്പെട്ടതായി കാണപ്പെടുന്നു. വീട്ടുപകരണങ്ങളെല്ലാം വെള്ളത്തിൽ പൊന്തി നടക്കുന്നത് കണ്ടിട്ട് പെൺകുട്ടിയാവട്ടെ കൗതുകത്തോടെ ആ ഫർണിച്ചറുകളിൽ തൊടാൻ ശ്രമിക്കുന്നു. അവളുടെ ചുറ്റും അവളുടെ 4 പ്രതിസുതവരന്മാരും ഉണ്ടായിരുന്നു. അവരുമായി അവൾ സമയം ചിലവഴിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അവൾ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി താഴേക്ക് വീഴുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭ്രാന്തമായ സ്വപ്നങ്ങൾ കാണാൻ തനിക്കിത് എന്തു പറ്റി എന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. ശരിക്കും അത് യാഥാർത്ഥ്യമാണെന്ന് പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അവൾ ഒരു മെർമെയ്ഡ് പ്രിൻസസ് ആയിരുന്നു. മെർമെയ്ഡായ പ്രിൻസസിനെ വിവാഹം കഴിക്കാൻ 4 മെർമെൻസിനും പദ്ധതിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാമെന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട്. പക്ഷേ 16ാമത്തെ വയസ്സിൽ അവളുടെ രണ്ടാനമ്മയും മകനും കൂടി അവളെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് അവളെ മനുഷ്യലോകത്തേക്ക് അയക്കുന്നു. മനുഷ്യലോകത്തെത്തിപ്പെട്ട മെർമെയ്ഡ് പ്രിൻസസിനാവട്ടെ അവളുടെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെടുന്നു. ഇതോടെ അവളുടെ 4 പ്രതിസുതവരന്മാരായ മെർമെൻസും മനുഷ്യലോകത്തേക്ക് മനുഷ്യരൂപം സ്വീകരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ആദ്യത്തെ മെർമനാവട്ടെ വലിയ പണക്കാരനായ ഒരു CEO ആവുന്നുണ്ട്. രണ്ടാമത്തെ ആളാവട്ടെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയലായി മാറുന്നുണ്ട്. മൂന്നാമത്തെ ആളാവട്ടെ ഒരു പ്രഗത്ഭനായ ഡോക്ടറായിട്ടും 4ാമത്തെ ആള് ഒരുപാട് റെസ്റ്റോറൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് പ്രോപ്പർട്ടികളുടെ ഉടമയായ ഒരു ധനികനായി മാറുന്നുണ്ട്. പക്ഷേ അവർക്ക് 4 പേർക്കും അറിയില്ലായിരുന്നു മെർമൻ പ്രിൻസസിനെ സീൽ ചെയ്തത് അവളുടെ രണ്ടാനമ്മയായ രാജ്ഞി തന്നെ ആയിരുന്നു എന്ന്. ഇപ്പോൾ വെറും ഒരു മനുഷ്യ സ്ത്രീ ആയിരിക്കുന്ന മെർമെയ്ഡിനെ അവർക്ക് ഒരു കാരണവശാലും തിരിച്ചറിയാൻ സാധിക്കുന്നതില്ല. ഭൂമിയിൽ പെൺകുട്ടി എത്തിപ്പെട്ടിട്ട് ഇതിനോടകം തന്നെ 6 വർഷം കഴിഞ്ഞിരുന്നു. താൻ വെറും ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് പെൺകുട്ടി ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പെൺകുട്ടിയാവട്ടെ ജോലിക്കായി ഒരു കമ്പനിയിലേക്ക് പോകുന്നു. എന്നാൽ ആ കമ്പനി അവളുടെ പ്രസുതവരനായ ഒരു മെർമൻ്റേതായിരുന്നു. അയാൾ ആ കമ്പനിയുടെ CEO ആയിരുന്നു. അയാള് കമ്പനിയുടെ CEO ആണെന്ന് മനസ്സിലാക്കി പെൺകുട്ടിയാവട്ടെ അയാളെ കണ്ട് പരിഭ്രാന്തിയിലാവുന്നു. ഈ സമയത്ത് അയാളുടെ കോട്ടിൽ ഘടിപ്പിച്ചിരുന്ന ചെതുമ്പല് കൊണ്ടുള്ള യന്ത്രം തിളങ്ങാൻ തുടങ്ങുന്നു. ഈ പെൺകുട്ടി ഒരു സാധാരണക്കാരിയല്ല എന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് ലിഫ്റ്റ് തുറക്കുന്നുണ്ട്. അങ്ങനെ അവൾ പുറത്തേക്ക് വീഴാൻ ഒരുങ്ങുമ്പോൾ ആ CEO ആവട്ടെ അവളുടെ കയ്യിൽ പിടിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ആ യന്ത്രം തിളങ്ങുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അത് മെർമെയ്ഡ് പ്രിൻസസ് ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്ന അയാൾ ആവട്ടെ പെട്ടെന്ന് തന്നെ അവളുടെ കൈ വിടുന്നുണ്ട്.